സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. UGC നെറ്റിലെ പേപ്പർ 1 നമ്മുടെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്ങിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ CC ലേണിംഗ് ആപ്പ് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. നമ്മളുടെ വരുന്ന എക്സാമുകളുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഡെയിലി മോക്ക് ടെസ്റ്റുകളും ഫ്രീ ക്വിസുകളും എല്ലാം നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ ഏത് എക്സാം ആണോ എഴുതുന്നത് ആ ഒരു എക്സാം ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതും എക്സാം ഡേറ്റ് വരുന്നതും ഒക്കെ നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം അതേപോലെ ഗൂഗിൾ പ്ലേയിലും ആപ്പ് സ്റ്റോറിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് അതിലുള്ള കണ്ടന്റ്സ് ഒക്കെ യൂസ്ഫുൾ ആക്കുക. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നെറ്റ് എക്സാമിന് ചോദിച്ച മാത്തമാറ്റിക്കൽ, അതായത് ഇംഗ്ലീഷിന്റെ പേപ്പറിൽ ചോദിച്ച പേപ്പർ 1 മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് എന്നുള്ള ഇതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ simple interest and compound interest on a certain amount of money deposited at a rate of 12% per annum for 2 years is 72. Find the amount of money deposited. എന്താണ് കോമ്പൗണ്ടും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള കോമ്പിനേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഡിഫറൻസ്, കോമ്പൗണ്ടും സിമ്പിളും തമ്മിലുള്ള ഡിഫറൻസ് തന്നിട്ട് ആ സം ഓഫ് എമൗണ്ട് ചോദിച്ചേക്കുവാണ്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കിയേ. പ്രിൻസിപ്പിൾ P ഈക്വൽ ടു ഡിഫറൻസ് ഇൻറ്റു 100 സ്ക്വയർ ബൈ R സ്ക്വയർ. ഈ ഞാൻ DIFF എഴുതിക്കുന്ന ഡിഫറൻസ് എന്താ? അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിന്റെയും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഡിഫറൻസ് ഇൻറ്റു 100 സ്ക്വയർ ബൈ R സ്ക്വയർ ചെയ്താൽ നമുക്ക് P കിട്ടും. ഇത് എത്ര വർഷത്തിന്റെ ആണെന്നറിയാമോ? 2 വർഷത്തിന്റെ. അതായത് 2 വർഷത്തിന്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും 2 വർഷത്തിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് തന്നിട്ട് നമ്മളോട് ചോദിച്ചാൽ ഈ ഇക്വേഷൻ മതി. ക്ലിയർ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ 2 വർഷത്തിന്റെ അല്ലെ. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൺ എമൗണ്ട് ഓഫ് മണി ഡെപ്പോസിറ്റ് റേറ്റ് തന്നിട്ടുണ്ട് ഫോർ 2 ഇയേഴ്സ്. അപ്പൊ 2 ഇയേഴ്സിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, 3 ഇയേഴ്സിന്റെയും കൂടെ ഉണ്ട്, അതും കൂടെ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നോക്കിയേ, എന്താ പ്രിൻസിപ്പിൾ ആ ചോദിക്കുന്നത് അല്ലെ. ഡിഫറൻസ് എത്ര? 72 ഇൻറ്റു 100 സ്ക്വയർ. സോ 100 ഇൻറ്റു 100 ബൈ റേറ്റ് എത്രയാണ്? 12% അല്ലെ. 12 ഇൻറ്റു 12. ക്ലിയർ ആണോ? ആ റേറ്റ് R/100 എന്നൊക്കെ കൊടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് ആ 100 ഒക്കെ അവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്താ അത് ഇനി ഡയറക്റ്റ് R-ന്റെ വാല്യൂവും കൊടുത്താൽ മതി. ഓക്കെ, സോൾവ് ചെയ്തേ. 72 നിങ്ങൾക്ക് എത്ര 2 ഒക്കെ വെച്ചിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കട്ട് ചെയ്ത് ചെയ്യാം അല്ലെ. നമുക്കറിയാം 12 ഇൻറ്റു 6 ആണ് 72. സോ ഇവിടെ 1 ആയി, ഇവിടെ 6 ആയി. ഇനി 6 12 എടുത്താൽ ഇവിടെ 1 ആയി, ഇത് 2 ആയി അല്ലെ. ദെൻ 200 കൂടെ കട്ട് ചെയ്താൽ 50 ആയി. അപ്പൊ എല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ എത്ര വരും? 5000. ക്ലിയർ അല്ലേ? സോ ആൻസർ ഓപ്ഷൻ 4 5000. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു 3 വർഷത്തിന് അല്ലെ. 2 വർഷത്തിന് നമ്മളിപ്പോ പഠിച്ചു. പ്രിൻസിപ്പിൾ P ഈക്വൽ ടു ഡിഫറൻസ് ഇൻറ്റു 100 സ്ക്വയർ ബൈ R സ്ക്വയർ. ഇതാണ് 2 വർഷത്തിൻ്റെത്. ക്ലിയർ അല്ലേ? ഇനി 3 വർഷത്തിന്റെയും കൂടെ പഠിച്ചു വെച്ചേക്കണം. P ഈക്വൽ ടു ഡിഫറൻസ് ഇൻറ്റു, ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ. ഇൻറ്റു 100 ക്യൂബ് ബൈ R സ്ക്വയർ. നേരത്തെ പോലെ തന്നെ ഇവിടെയും ഉണ്ട്. ഇൻറ്റു 300 പ്ലസ് R. ക്ലിയർ ആണോ? ഡിഫറൻസ് ഇൻറ്റു 100 ക്യൂബ് ബൈ R സ്ക്വയർ ഇൻറ്റു 300 പ്ലസ് R. കമ്പയർ ചെയ്ത് പഠിക്കുക. ഇവിടെ 100 സ്ക്വയർ, ഇവിടെ 100 ക്യൂബ്, ഇവിടെ R സ്ക്വയറിന്റെ കൂടെ ഒരു 300 പ്ലസ് R കൂടെ. ഇതാണ് 3 വർഷത്തിന്റെ ഇക്വേഷൻ. ക്ലിയർ ആണോ? അപ്പൊ ഇത് രണ്ടും നോട്ട് ചെയ്ത് പഠിക്കാം. ഈ 2 വർഷത്തിന്റെ ആണ് ചോദിച്ചത്, 3 വർഷം ചോദിച്ചാലും ഈ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഇനി ചില സമയത്ത് ഇതിൽ തിരിച്ചും ചോദിക്കാം. അതായത് ഇവിടെ ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലെ ഡിഫറൻസ് തന്നിട്ട് പ്രിൻസിപ്പിൾ ചോദിച്ചു അല്ലെ. നമ്മളവിടെ വേണമെങ്കിൽ റേറ്റും 2 വർഷവും തന്നിട്ട് പ്രിൻസിപ്പിൾ തന്നിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റും ചോദിക്കാം. അപ്പോഴും നമ്മൾ ഇത് ചെയ്താൽ മതി. അല്ലാതെ നമ്മളിപ്പം എന്താ രണ്ടും കണ്ടുപിടിച്ചിട്ട് ഡിഫറൻസ് എടുക്കാൻ നിൽക്കേണ്ട. ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഡിഫറൻസ് അങ്ങനെയും ചെയ്യാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്തുനിന്ന് വന്ന ചോദ്യമാണ്. Average mark of a group of 30 students in a class reduces by 2 when a good student who scored 90 marks leave the class
ആൻഡ് എ ന്യൂ സ്റ്റുഡന്റ് ജോയിൻ ദ ക്ലാസ്, ഫൈൻഡ് ദ മാർക്ക് ഓഫ് ദ ന്യൂ സ്റ്റുഡന്റ്. എന്താണ്, കുറച്ച് പേരുണ്ട്, ഒരാള് പോയി മറ്റൊരാള് വരുന്നു, റീപ്ലേസ് ചെയ്യുക. ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ 3 തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. എന്താണ്, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ഒരാൾ വന്നു, പുതിയ ആവറേജ് എന്താണ്? അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ഒരാൾ പോയി, പുതിയ ആവറേജ് എന്താണ്? അതിൽ മൂന്നാമത്തെയാണ് എന്താ, റീപ്ലേസ്. ഒരാൾ വന്ന് മറ്റൊരാൾ പോവുക, റീപ്ലേസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ആ വന്ന ആളുടെ, അല്ലെങ്കിൽ വേണം തിരിച്ചു ചോദിക്കാം, ഇത്രയും മാർക്കുള്ള ഒരാൾ വന്നു, ആ പോയ ആളുടെ മാർക്ക്, അതെന്ത് വേണമെങ്കിലും ചോദിക്കാം അല്ലെ. അപ്പൊ അതിന്റെ ഇക്വേഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ മാർക്കാണ് അല്ലെങ്കിൽ ഏജ് എന്താണോ, ഇവിടെ ഇപ്പൊ മാർക്കിനെ പറ്റി പറയുന്നു, അതുകൊണ്ട് ഞാൻ മാർക്ക് എന്നുള്ള ഇക്വേഷനിൽ എഴുതുന്നു. ഓക്കെ, മാർക്ക് ഓഫ് ന്യൂ സ്റ്റുഡന്റ്, അതായത് പുതിയ വന്നില്ലേ ആ പുതിയ സ്റ്റുഡന്റിന്റെ മാർക്ക് എന്ന് പറയുന്നത് മാർക്ക് ഓഫ് റീപ്ലേസ്ഡ് പേഴ്സൺ, ഒരാളെ മാറ്റിയില്ലേ ആ റീപ്ലേസ്ഡ് പേഴ്സൺ, പ്ലസ് ചേഞ്ച് ഇൻ ആവറേജ് ഇൻറ്റു, ഞാൻ ഇങ്ങോട്ട് എഴുതുവാണേ, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. നമ്പർ ഓഫ് സ്റ്റുഡൻസോ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിളോ എന്താണെങ്കിലും, ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റുഡൻസ് എന്ന് എഴുതിയേക്കുന്നേ ഉള്ളൂ. എന്താണോ ആളുകളുടെ എണ്ണം അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്, മാർക്ക് ഓഫ് ന്യൂ സ്റ്റുഡൻസ്, ആ പുതിയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്താൽ മതി. ആ റീപ്ലേസ് ചെയ്ത പേഴ്സന്റെ മാർക്ക് പ്ലസ് ചേഞ്ച് ഇൻ ആവറേജ്, അതായത് ഇങ്ങനെ ഒരാൾ പോയി മറ്റൊരാൾ വന്നപ്പോൾ ആവറേജിന് എന്ത് ചേഞ്ച് ആണോ വന്നത് അത്, അതായത് എന്താണ്, ഫൈനൽ ആവറേജ് മൈനസ് ഇനീഷ്യൽ ആവറേജ്, അതാണ് ചേഞ്ച് അല്ലെ, ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസിന് മാറ്റമൊന്നുമില്ല അല്ലെ, 10 പേരുണ്ടായിരുന്നു, ഒരാൾ പോയി മറ്റൊരാൾ വന്നാൽ 10 പേര് തന്നെ അല്ലെ. അപ്പൊ തുടക്കവും അവസാനമൊക്കെ ഇനീഷ്യൽ ഒരേ നമ്പർ തന്നെ ആയിരിക്കും. ക്ലിയർ ആണോ? എന്താണ്, അപ്പൊ ഇത് നോട്ട് ചെയ്യുക. അതേപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ പറഞ്ഞ ചേഞ്ച് ഇൻ ആവറേജ് ഉണ്ടല്ലോ, ചേഞ്ച് ഇൻ ആവറേജ് അതായത് ഇൻക്രീസ് ആണ്, അതായത് ആവറേജിന് ഇൻക്രീസ് ആണ് വന്നതെങ്കിൽ നമ്മൾ എന്താണ് അവിടെ പ്ലസ് നോട്ട് ചെയ്യുക, ആവറേജിന് ഡിക്രീസ് ആണ് വന്നതെങ്കിൽ മൈനസ് നോട്ട് ചെയ്യുക. അതായത് ഒരാൾ പോയി മറ്റൊരാൾ വന്നു, ആവറേജ് കൂടി എന്നാണ് പറഞ്ഞെങ്കിൽ ഡിഫറൻസ് എടുക്കുമ്പോൾ അത് പ്ലസ് ആയിരിക്കുമല്ലോ. ഇനി ഒരാൾ പോയി മറ്റൊരാൾ വന്നു എന്ന് പറഞ്ഞപ്പോൾ ആവറേജ് കുറഞ്ഞു എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ മൈനസ് നോട്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ചേഞ്ച് വന്നപ്പം ആവറേജ് കൂടിയെന്നാണെങ്കിൽ പ്ലസ്, ആവറേജ് കുറഞ്ഞാണെങ്കിൽ മൈനസ്. എന്ന് വെച്ചാൽ ഈ ഒരു ചേഞ്ച് വന്നതിന് ശേഷമുള്ള ആവറേജ് മൈനസ് ഇനിഷ്യൽ ആവറേജ് എടുക്കുക, അപ്പൊ നമുക്ക് മൈനസോ പ്ലസോ കിട്ടും. ഇങ്ങനെ നോക്കിയത്, കാരണം ചില സമയത്ത് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റിനെ പറഞ്ഞത്, ഇങ്ങനെ വരുമ്പം ആവറേജ് ഇത്ര കൂടി, അപ്പൊ കൂടി അല്ലെ, ആവറേജ് കൂടി എന്നാണെങ്കിൽ പ്ലസ് കൊടുക്കുക, ആവറേജ് കുറഞ്ഞു എന്നാണെങ്കിൽ മൈനസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കുക, ഇങ്ങനെ റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിൽ അല്ലെ, ഒരാൾ പോയി മറ്റൊരാൾ വന്നു എന്നുള്ള കേസിൽ പുതിയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് ആ റീപ്ലേസ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ ഓൾഡ് പേഴ്സന്റെ മാർക്ക് പ്ലസ് ചേഞ്ച് ഇൻ ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. ചേഞ്ച് ഇൻ ആവറേജ്, ആവറേജ് ഈ ഒരു ചേഞ്ച് വരുമ്പോൾ ആവറേജ് കൂടുവാണെങ്കിൽ അവിടെ പ്ലസ്, കുറയുവാണെങ്കിൽ മൈനസ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ആവറേജ് മാർക്ക് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് 30 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് റെഡ്യൂസസ് ബൈ 2. കണ്ടോ, ഇവിടെ അങ്ങനെയാ പറഞ്ഞത്, 2 കുറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ ചേഞ്ച് ഇൻ ആവറേജ് എന്താ, -2. ഇൻക്രീസസ് ബൈ 2 എന്നായിരുന്നെങ്കിൽ +2. ഓക്കെ, reduces by 2 when a good student who scored 90 marks leave the class. ആ റീപ്ലേസ് ചെയ്ത ആളാണ് 90 മാർക്ക് കിട്ടിയത് അല്ലെ, ഓൾഡ് സ്റ്റുഡൻസ്. അപ്പൊ നമുക്ക് ഇവിടെ 90 പ്ലസ്, ഓക്കെ, ചേഞ്ച് ഇൻ ആവറേജ് എന്താ പറയുന്നത്, -2. -2 ഇൻറ്റു എത്ര വരും, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര, 30 സ്റ്റുഡൻസ് അല്ലെ, 30. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ ന്യൂ സ്റ്റുഡന്റിന്റെ മാർക്ക് കിട്ടും. ക്ലിയർ ആണോ? എന്താണ് ആൻസർ, 90 -2 into 30 60 അല്ലെ, 90 minus 30 30. അപ്പൊ ന്യൂ സ്റ്റുഡന്റിന്റെ മാർക്ക് എന്ന് പറയുന്നത് എന്താണ്, 30 മാർക്സ് ആണ് അല്ലെ, ഓപ്ഷൻ 2. ക്ലിയർ ആണോ? അപ്പൊ ഈ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചു വെച്ചേക്കേണ്ടത്. എന്താണ്, ആവറേജ് മീൻസ് ഏജ് ഓഫ് എ ന്യൂ പേഴ്സൺ അല്ലെങ്കിൽ മാർക്ക് ഓഫ് എ ന്യൂ പേഴ്സൺ ഈക്വൽ ടു മാർക്ക് ഓഫ് റീപ്ലേസ്ഡ് പേഴ്സൺ പ്ലസ് ചേഞ്ച് ഇൻ ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് പീപ്പിൾ. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞു ഇതിനകത്ത് തന്നെ നമുക്ക് ഇതേപോലെ 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, പേഴ്സൺ, ഒരാൾ വരുന്നത്, പോകുന്നത്, അതേപോലെ റീപ്ലേസ്. എന്നിട്ട് റീപ്ലേസിങ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾ ആ ഗോയിങ്ങും കമ്മിങ്ങും കൂടെ ഒന്ന് ഇക്വേഷൻ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ എന്താ, മാർക്ക് ഓഫ് ഗോയിങ് സ്റ്റുഡന്റ്, പോകുന്ന കാര്യം പറയുവാണെങ്കിൽ അല്ലെ, ഇത്രയും ഒരു ക്ലാസ്സിൽ ഇപ്പൊ ഒരു 15 കുട്ടികൾ ഉണ്ടായിരുന്നു, ഒരു കുട്ടി പോയി അല്ലെങ്കിൽ ഒരു കുട്ടി വന്നു എന്നാണെങ്കിൽ, ഓക്കെ, അപ്പൊ 2 കേസാണ് വരുന്നത്. ഒന്ന് മാർക്ക് ഓഫ് കമ്മിങ്,
അല്ലെ? ഒന്ന് രണ്ടാമത്തെ മാർക്ക് ഓഫ് ഗോയിങ്. മൂന്നാമത്തെ നമ്മൾ പഠിച്ചു റീപ്ലേസ്, അത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ മാർക്ക് ഓഫ് എ കമ്മിങ് പേഴ്സൺ, അതായത് ഞാൻ പറഞ്ഞു 5 കുട്ടികൾ ഉണ്ടായിരുന്നു, ഒരാളും കൂടെ വന്നാൽ ആ വന്ന കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ പറയുമ്പോൾ ഇനിഷ്യൽ ആവറേജ്, ആദ്യം ഒരു ആവറേജ് ഉണ്ടായിരിക്കും, പ്ലസ് ചേഞ്ച് ഇൻ ആവറേജ് ഇൻറ്റു ഫൈനൽ നമ്പർ ഓഫ് പീപ്പിൾ. ഓക്കെ, നോട്ട് ചെയ്തെടുക്കുക. ഇനിഷ്യൽ ആവറേജ്, അതായത് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഒരു 4 കുട്ടികൾ ഉണ്ടായിരുന്നു, അവരുടെ ആവറേജ് 6 ആയിരുന്നു. ഒരു കുട്ടിയും കൂടെ വന്നപ്പം അവരുടെ ആവറേജ് 7 ആയി. മനസ്സിലായോ? ഒരു ക്ലാസ്സിൽ 4 കുട്ടികൾ ഉണ്ടായിരുന്നു, അവരുടെ ആവറേജ് 6 ആയിരുന്നു. ഒരു കുട്ടിയും കൂടെ വന്നപ്പം ആവറേജ് 7 ആയി. എങ്കിൽ ആ വന്ന കുട്ടിയുടെ മാർക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് നമുക്ക് വേണമെങ്കിൽ എന്താണ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് ചെയ്യാം. എളുപ്പം ചെയ്യാനായിട്ടുള്ള ഒരു രീതിയാണ് എന്താ, ഇനിഷ്യൽ ആവറേജ് എന്താ 6 പ്ലസ് ചേഞ്ച് ഇൻ ആവറേജ്. നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ആവറേജ് കൂടുവാണെങ്കിൽ പ്ലസ് കൊടുക്കുക, കുറയുവാണെങ്കിൽ മൈനസ് കൊടുക്കുക. 6 ആയിരുന്നു 7 ആയി, ആവറേജ് കൂടി അല്ലെ? അപ്പൊ സോ +1 ചേഞ്ച് ഇൻ ആവറേജ്, അവർ തമ്മിലുള്ള വ്യത്യാസം എന്താ, 1 കൂടി അല്ലെ? സോ +1 ഇൻറ്റു ഫൈനൽ നമ്പർ ഓഫ് പീപ്പിൾ. അത് നേരത്തെ പറയുമ്പോൾ നമ്പർ ഓഫ് പീപ്പിളിനെ പറഞ്ഞു, കാരണം എന്താ, റീപ്ലേസിംഗിന്റെ കേസിൽ ആളുകളുടെ എണ്ണം മാറുന്നില്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെ 4 പേരുണ്ടായിരുന്നു, ഒരാളും കൂടെ വന്നപ്പോ 5 പേരായി അല്ലെ? ഇൻറ്റു 5. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇവിടെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. മാർക്ക് ഓഫ് ദാറ്റ് ഗോയിങ് പേഴ്സൺ, അല്ലെങ്കിൽ പോകുന്ന സ്റ്റുഡന്റിന്റെ മാർക്കോ അല്ലെങ്കിൽ ഏജോ എന്ത് ചോദിച്ചാലും എന്താ, ഇനിഷ്യൽ ആവറേജ് മൈനസ് ചേഞ്ച് ഇൻ ആവറേജ് ഇൻറ്റു ഫൈനൽ നമ്പർ ഓഫ് പീപ്പിൾ. ക്ലിയർ അല്ലേ? എന്താ, ഗോയിങ് ആണെങ്കിൽ ഇവിടെ മൈനസ്, കമ്മിങ് ആണെങ്കിൽ ഇവിടെ പ്ലസ്. ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടുത്തെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 4 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അവരുടെ ആവറേജ് 6 ആണ്. ഒരു സ്റ്റുഡന്റ് പോയി, അപ്പൊ ആവറേജ് ഇപ്പൊ ഇവിടെ 5 ആയെന്നോ എന്തെങ്കിലും പറഞ്ഞാൽ, അതായത് എപ്പോഴും കൂടുന്നു കുറയുന്നു എന്നൊന്നല്ല, നമ്മൾ അതിനാണ് ഇവിടെ ചേഞ്ച്. കുറയുവാണെങ്കിൽ മൈനസ് കൊടുക്കുക, കൂടുവാണെങ്കിൽ പ്ലസ് കൊടുക്കുക. ഓക്കെ, 5 ആയി, ആ പോയ കുട്ടിയുടെ മാർക്ക് എന്താ, ഇനിഷ്യൽ ആവറേജ് 6 മൈനസ് ചേഞ്ച് ഇൻ ആവറേജ് 6 5 ആയി, 1 കുറഞ്ഞു. സോ -1 ഇൻറ്റു ഫൈനൽ നമ്പർ ഓഫ് പീപ്പിൾ. 4 പേരുണ്ടായിരുന്നു, ഒരാൾ പോയാൽ 3 ആയി അല്ലെ? ഇൻറ്റു 3. ക്ലിയർ ആണോ? അപ്പൊ ഈ 3 ഇക്വേഷനും മനസ്സിലാക്കി വെച്ചേക്കാം. നമ്മൾ ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ, ഇത് ഈ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ, അത് റീപ്ലേസിംഗിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇനി നടക്കാൻ പോകുന്ന നെറ്റ് എക്സാം എന്നാ, നെക്സ്റ്റ് ജൂണിൽ നമ്മുടെ നെറ്റ് എക്സാം നടക്കുന്നുണ്ട് അല്ലെ? അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു 60 ഡേയ്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ നല്ല സമയമുണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ, അതായത് ഒരു നല്ല സ്ട്രാറ്റജിയോട് കൂടി അത് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. JRFോട് കൂടി നമുക്ക് ക്രാക്ക് ചെയ്യാം അത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക്, അതായത് നമ്മുടെ കയ്യിൽ ജനറൽ പേപ്പറിന്റെ ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ പേപ്പർ 2-ൻ്റെത് ഇംഗ്ലീഷ്, മലയാളം, കൊമേഴ്സ്, മാനേജ്മെന്റ്, എക്കണോമിക്സ്, CSIR ഫിസിക്സ്, ഇത്രയും നമ്മൾ പേപ്പർ 2 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ ഗൂഗിൾ ഫോം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആ ഫോം കൂടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെന്റേജ്, അതെല്ലാം ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പം നിങ്ങൾക്ക് അറിയാലോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ. ഇപ്പൊ ഇവിടെ ABCD അല്ലെ, 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കി. ഇഫ് എ ഷോപ്പ് കീപ്പർ ഇൻകർ എ ലോസ് ഓഫ് 20% ബൈ സെല്ലിംഗ് ആൻ ഐറ്റം ഫോർ ₹560, കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഐറ്റം ഈ 750. അതായത് കോസ്റ്റ് പ്രൈസ് ഇത്രയും ആണെന്ന് പറഞ്ഞേക്കുവാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. അതായത് ഇവിടം വരെ വായിക്കുക, കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിക്കുന്നത് ഇത് വെച്ച് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ പറയുക അല്ലെ? അത്രേ ഉള്ളൂ. അപ്പം B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഓപ്ഷൻ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ഇവർ പറയുവാണ് ചൂസ് ദ കറക്റ്റ് ആൻസർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന്. ഇപ്പൊ എങ്ങനെ A and D ഉള്ളി, A and C ഉള്ളി, B and C ഉള്ളി, B, C and D ഇങ്ങനെ പറഞ്ഞേക്കുവാണ് അല്ലെ? അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ 4 സ്റ്റേറ്റ്മെന്റും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പൊ ഞാൻ പറയാം, നമ്മൾ ഫസ്റ്റ് ഒരെണ്ണം ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതാണോ അത് വേണമെങ്കിൽ ആദ്യം ചെയ്ത് നിങ്ങൾക്ക് പോകാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്തു ഞാൻ, A എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എടുത്ത് അത് ഞാൻ സോൾവ് ചെയ്തു. അപ്പൊ 2 ചാൻസ് ആണുള്ളത്, ഒന്നിൽ അത് തെറ്റാം അല്ലെങ്കിൽ അത് ശരിയാകാം. ഇപ്പൊ A എനിക്ക് ശരിയായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏതൊക്കെ ഓപ്ഷൻസ് വെട്ടാം? A ശരിയായിട്ട് കിട്ടിയാൽ ഈ Bയും വെട്ടാം, അതേപോലെ ഇത്രയും വെട്ടാം, ഈ 4ഉം വെട്ടാം അല്ലെ? അതിനകത്ത് A വരുന്നില്ല അല്ലെ? അടുത്തതിന് നമ്മൾ ഏത് ചെയ്യണം?
സിയോ ഡിയോ അതിലേതേലും ഒരെണ്ണം, അതപ്പോ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് ചെയ്യുക. ഒന്നീ സി ചെയ്യുക അല്ലെങ്കിൽ ഡി ചെയ്യുക. ഇപ്പൊ നമ്മൾ സി ചെയ്തു, അത് ശരി കിട്ടിയാൽ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ 2 എ ആൻഡ് സി ഉള്ളി. ഇനി നമ്മൾ സി ചെയ്തു, സി തെറ്റാണെങ്കിൽ അതിന്റെ അർത്ഥം ഡി ആണ് ശരിയെന്ന, അല്ലെ? സി തെറ്റാണെങ്കിൽ നമ്മൾ ഏത് ഓപ്ഷൻ എടുക്കും? എ ആൻഡ് ഡി എടുക്കും. ക്ലിയർ ആണോ? അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ ഏതാ എയും സിഒ ഡിയോ അങ്ങനെ ഏത് രണ്ടെണ്ണം മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഇത് അതേപോലെ ഇഷ്ടമുള്ളതുപോലെ നമുക്കത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ആദ്യം എളുപ്പമായിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്ത് പോകാം. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ എ ശരിയാണെന്ന് പറഞ്ഞു, എ ഇനി തെറ്റാണ് കിട്ടിയെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനും വെട്ടാം, ഈ ഓപ്ഷനും വെട്ടാം, അല്ലെ? ബി ആൻഡ് സി, അതേപോലെ ബി സി ആൻഡ് ഡി. ഇനി ഏത് ചെയ്യണം? ഇപ്പൊ നമ്മള് ബിയും സിയും രണ്ടും ഇതിനകത്തുണ്ട്, അല്ലെ? അതിന്റെ അർത്ഥം നമ്മൾ ഡി ചെയ്ത് നോക്കിയാൽ മതി. ഡി ചെയ്യുമ്പം ഡി ശരിയായിട്ട് കിട്ടിയാൽ ഈ ഓപ്ഷൻ എടുക്കാം, ഡി തെറ്റായിട്ട് കിട്ടിയാൽ ഈ ഓപ്ഷൻ എടുക്കാം. ക്ലിയർ ആണോ? ഇവിടെ പക്ഷേ നമ്മളിപ്പോ സി ഡി തന്നെ ചെയ്ത ആ ഒരു രീതിയിലാണ് വന്നെങ്കിൽ ഡി തന്നെ ചെയ്യണം, അല്ലെ? അതായത് സി ചെയ്താൽ സി കറക്റ്റ് ആയിട്ട് എടുത്തോളൂ, ബിയും കറക്റ്റ് ആയിട്ട് ഇടും, രണ്ടിടവും ഉള്ളതാ. മനസ്സിലായി? അപ്പൊ അങ്ങനെ നമ്മൾ നോക്കി വേണം അത് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? Choose the if a shopkeeper incur a loss of 20% by selling an item for 560, the cost price of the item is, അല്ലെ? അപ്പൊ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും അതേപോലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഇത് തന്നിട്ടുള്ള ഇക്വേഷൻ എങ്ങനെയാ? നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു 100 പ്ലസ് P% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ്, അല്ലെ? ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ പോരെ. അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 100 മൈനസ് L% ഓഫ് CP. ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ലോസിന്റെ ആണ്. അപ്പൊ നമ്മുടെ ഈ ഇക്വേഷൻ ആണ് ലോസ് ഓഫ് 20% സെല്ലിംഗ് ആൻ ഐറ്റം ഫോർ 560, അതായത് സെല്ലിംഗ് പ്രൈസ് 560. സോ 560 വിൽ ബി ഈക്വൽ ടു 100 മൈനസ് L, അല്ലെ? 20 ഇട്ടാൽ മതി. 20 100 മൈനസ് 20 80% ഓഫ് CP. സോൾവ് ചെയ്താൽ പോരെയോ? സോൾവ് ചെയ്തേ. 560 will be equal to 80 by 100 of cost price. Okay, cut ചെയ്യുക. So 560 cross multiply that into 10 by 8 equal to cost price. Okay, cut ചെയ്താൽ 70 ആണ്. Cost price equal to 700. അല്ലെ? അപ്പം അവര് പറയുന്നത് 750 ആണെന്ന്. അതിന്റെ അർത്ഥം എ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് മനസ്സിലായി. ക്ലിയർ അല്ലേ? അപ്പം എ തെറ്റാണെന്ന് മനസ്സിലായി. നമ്മൾ ഈ ഓപ്ഷനും വെട്ടി, ഈ ഓപ്ഷനും വെട്ടി. ഇനി ഏതാ ചെയ്യേണ്ടത്? ഇനി ഡി ആണ് ചെയ്യേണ്ടത്. ഡി ചെയ്യുമ്പം അത് ശരിയാണോ തെറ്റാണോ എന്നനുസരിച്ച് നമുക്ക് ഓപ്ഷനിലേക്ക് ഓപ്ഷൻ മാർക്ക് ചെയ്യാം, അല്ലെ? ഇപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ എ ചെയ്തെങ്കിൽ എ നമ്മൾ വെട്ടി, ഈ രണ്ട് ഓപ്ഷനും വെട്ടി ഇനി ഡി ചെയ്ത് നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ? നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാം. എന്താ? ബി 10% of 20% of 25% of 200 is equal to 1 ആണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും, കാരണം നമുക്കത് മനസ്സിലായി. ബിയും സിയും ഇവിടെ കറക്റ്റ് ആയിരിക്കും, ഡി മാത്രമേ ഉള്ളൂ നമ്മൾ ഇനി അത് ചെയ്ത് നോക്കേണ്ടത്, അല്ലെ? സോ ഇവിടെ സോൾവ് ചെയ്തേ. 10% of 10 by 100 of 20 by 100 of 25 by 100 of 200. ഇത് സോൾവ് ചെയ്താൽ പോരായോ? ഇത് സോൾവ് ചെയ്താൽ 1 ആണെന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്തേ. ഇവിടെ സീറോസ് കട്ട് ചെയ്തു. ദെൻ ഈ 2 സീറോയും ഈ സീറോയും കൂടെ കട്ട് ചെയ്തു. 25ഉം 100ഉം കൂടെ കട്ട് ചെയ്താൽ 4 ആയി. 2 into 2 4, അല്ലെ? 4 കൂടെ കട്ടായി. ദാറ്റ് ഈസ് 1 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? സി 25% of x. 25% of x equal to 30% of y. Then value of x for y is 5000. y യുടെ വാല്യൂ 5000 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 6000 കിട്ടും. അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ്, ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അല്ലെ? 25% ഓഫ് എക്സ് എന്ന് പറയുന്നത് 30% ഓഫ് വൈ ആണ്. Then find the value of x for y equal to 5000. y യുടെ വാല്യൂ 5000, അതായത് 30 by 100 of 5000, അല്ലെ? സോൾവ് ചെയ്യാം. 25% 1/4, അതായത് 25 by 100 കട്ട് ചെയ്യുക. 1/4 of x will be equal to, അല്ലെ? 0. ഇപ്പൊ എന്തുവരും? x by 4 will be equal to 1500. x will be equal to 1500 into 4, 6000. ക്ലിയർ അല്ലേ? സോ 6000 അത് കറക്റ്റ് ആണ്, അല്ലെ? അപ്പൊ സിയും കറക്റ്റ് ആണ്. ഇനി ഡി. ഓക്കെ, ഡി നമ്മൾ എന്തായാലും ഇവിടെ ചെയ്ത് നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഡെസിമൽ ഒക്കെ ഉണ്ട്, ശ്രദ്ധിച്ച് ചെയ്യുക.
If a person gains 6.25% by selling an item for rupees 29.75, cost price of the item is. അതായത് നേരത്തെ പോലെ തന്നെ സെല്ലിംഗ് പ്രൈസും ഗെയിനും തന്നിട്ട് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ അല്ലെ. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു? സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു പ്രോഫിറ്റ് ആയതുകൊണ്ട് 100 പ്ലസ് P% ഓഫ് CP ആണല്ലോ. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 29.75. 29.75 will be equal to 100 plus 6.25 അല്ലെ. അപ്പൊ എത്ര വരും? 100 plus 6.25 എന്നാൽ 106.25% of CP. സോൾവ് ചെയ്യുക. That is 29.75 will be equal to 106.25 by 100 into CP. Okay, 20 രണ്ടും കൂടെ മൾട്ടിപ്ലൈ 2975 by 106.25 ആണ് CP അല്ലെ. സോൾവിന് എളുപ്പത്തിന് 2975 into 100 by 106.25. അപ്പൊ നമ്മളിത് എന്താണ് ഇതിന്റെ 2-3 തവണ 5 ഒക്കെ വെച്ച് നമ്മൾ കട്ട് ചെയ്യാനുണ്ട് അല്ലെ. 2-3 തവണ 5ഉം ഇവിടെ എല്ലാം കട്ട് ചെയ്ത് നമുക്ക് അവസാനം ആൻസർ കോസ്റ്റ് പ്രൈസ് 28 എന്നാണ് വരുന്നത്. നിങ്ങളത് ചെയ്ത് നോക്കിക്കോളുക. കുറെ നമ്മൾ കട്ട് ചെയ്യാനുണ്ട്. 2-3 തവണ, അത് ഇച്ചിരി വലിയ നമ്പേഴ്സ് അല്ലേ, 5 തന്നെ വരുന്നത്. 2-3 തവണ നമ്മൾ 5 വെച്ച് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എന്താ? കോസ്റ്റ് പ്രൈസ് 28 എന്നാണ് വരുന്നത്. അപ്പൊ ഇവര് പറയുന്നത് കോസ്റ്റ് പ്രൈസ് 26 എന്നാണ് അല്ലെ. അപ്പൊ നമ്മളുടെ ഓപ്ഷൻ ഈ സ്റ്റേറ്റ്മെന്റ് ഡി എന്താണ്? തെറ്റായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഏതാ ശരിയായിട്ട് വരുന്നത്? എ തെറ്റാണ്. അപ്പൊ നമ്മൾ ഇത് രണ്ടും നമ്മൾ ആദ്യം വെട്ടിയായിരുന്നു അല്ലെ. ദെൻ നമ്മൾ നോക്കുന്ന ഏതാ? ഡി അല്ലെ. ഡി ആണ് നമ്മൾ നോക്കിയത്. ഡി അവിടെ തെറ്റായിട്ട് കിട്ടി. അപ്പൊ ഓപ്ഷൻ 4 അല്ല, ഏതാണ്? ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ബി ആൻഡ് സി ഒള്ളി. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഏത് മാത്രം ചെയ്തത്? എയും ഡിയും മാത്രം ചെയ്താൽ മതി. എ ചെയ്തു, അത് തെറ്റാണെങ്കിൽ തെറ്റായിട്ട് കിട്ടിയോ നമ്മൾ ഇത് രണ്ടും വെട്ടി. പിന്നെ ബിയും സിയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് രണ്ടും ശരിയാണെന്ന് ഈ 2 ഓപ്ഷൻ നമുക്ക് മനസ്സിലാവും. പിന്നെ ഡി ചെയ്യുന്നു, അത് തെറ്റാന്ന് മനസ്സിലായി. സോ ഓപ്ഷൻ 3 ആണ് ആൻസർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് എർത്ത് ഈസ് കോഡഡ് ആസ് 1023640116 and heart is coded as 1610236440, then how birth shall be coded in that language? എന്താണ്? ഇപ്പൊ ഓരോ നമ്പറിന് ഏകദേശം 2 നമ്പർ വെച്ചിട്ടുള്ള കോഡിങ് ആ കൊടുത്തേക്കുന്നത് അല്ലെ. ഇപ്പൊ ലെറ്റർ കോഡിങ്, ലെറ്റേഴ്സിന് ഓരോ നമ്പർ കൊടുത്തേക്കുക. അപ്പൊ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പം നിങ്ങൾ ആ എ തൊട്ട് ഇസഡ് വരെയുള്ളതൊന്ന് നോട്ട് ചെയ്ത് അതിന്റെ നമ്പർ നോട്ട് ചെയ്യുക. നോക്കിയേ, അപ്പം ഈ എന്താ കോഡ് ചെയ്തേക്കുന്നത്? ഈ അവിടെ 10 അല്ലെ. നോക്കി, ഈയുടെ നമ്പർ 5. അപ്പൊ ഏകദേശം ഒന്ന് മനസ്സിലായി. അതിന്റെ ഡബിൾ എടുത്തുക. അടുത്തതും കൂടെ നോക്കി, എയുടെ അവിടെ 2 അല്ലെ. നോക്ക്, ഇത് 10. ഇപ്പൊ 23 എന്നല്ല, അടുത്തും കൂടെ നോക്ക. എ എന്ന് പറഞ്ഞാല് 2 ആ. ഇനി 6 നോക്കിയേ, 6ൻ്റെത് 18. അപ്പൊ 18ന്റെ ഡബിൾ ആയ 36. ഇനി ടിയുടെ നമ്പർ എത്ര? 20. അതിനെ കോഡ് ചെയ്തേക്കുന്നത് 40. ദെൻ എച്ചിന്റെ നമ്പർ എത്ര? 8 അല്ലെ. അതിനെ കോഡ് ചെയ്തേക്കുന്നത് അതിന്റെ ഡബിൾ ആയ 16. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് കോഡിങ് മനസ്സിലായി. നിങ്ങൾക്ക് ഇനി ആ ഹാർട്ടും കൂടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ കോഡ് പറയാം അല്ലെ. ബർത്ത്, ബിയുടെ കോഡ് എത്ര? B2 ആണ്. അപ്പൊ 4. ഐയുടെ എത്ര? ഐയുടെ നമ്പർ 9. അപ്പം 18. ദെൻ ആറിന്റെ എത്ര? 18 ആണ്. അപ്പം 36. ദെൻ ടി 20. സോ 40. എച്ച് എത്ര? 8. സോ 16. അപ്പൊ നമ്മുടെ കോഡ് ഇതാണ്. ഏതാ നോക്കിയേ? ഓപ്ഷൻ 4-1 സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത് രണ്ടും അല്ല, നോക്ക് 4-1 ശ്രദ്ധിച്ച് നോക്കിക്കോ. 4183644016 അല്ലെ. ഓപ്ഷൻ 1 ആണ് ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ ഇതേപോലുള്ള ലെറ്റേഴ്സ് നമ്പർ കൂടി നമ്മൾ ഈ ഒരെണ്ണം ഒന്നേ ഇത് അല്ലെങ്കിൽ തിരിച്ചെഴുതുന്നത് കൊണ്ട്, അതായത് ഇവിടുന്ന് 1 2 3 അങ്ങനെയും ഇട്ട് നോക്കുക. അതായത് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഒരു കോഡ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ തിരിച്ചും കൂടെ ഒന്ന് ആലോചിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ഇത് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ നെറ്റ് JRF ബാച്ചിലെ വിജയികളാണ്. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത ജൂണിലേക്കുള്ള ബാച്ചിന്റെ 60 ഡേയുടെ വിക്ടറി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പർ 8086881144. അപ്പൊ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗൂഗിൾ ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.